ഞാൻ പറയാമല്ലോ 2012 മുതൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന അത്ഭുതമാണ് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരാളിന്. അക്കാര്യത്തിൽ ഞങ്ങൾക്കെതിരെ എനിക്കെതിരെ 95 പോലും കേസുണ്ടല്ലോ. ഇതിൽ നിൽക്കുന്നില്ല ആർക്കെതിരെ ഗിരികുമാറിനെതിരെ കേസില്ലേ? ഇല്ലേ? ഈ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നമുക്ക് എല്ലാവർക്കും എതിരെ കേസുണ്ട്. ശബരിമലയിൽ യുവതി പ്രവേശനം തടഞ്ഞപ്പോഴേക്കും 307 ഇട്ടാണ് എനിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ശബരിമലയിൽ ഞങ്ങൾ അവിടെ ആരെങ്കിലും ആശ്രമം നടത്തിയിട്ടുണ്ടോ? ഞങ്ങളൊരു നിലപാടിനോടൊപ്പം ഉറപ്പിച്ചു വന്നു. ഞാൻ പറയുന്നത് അങ്ങനെയുള്ള വ്യത്യസ്തമായ കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കോടതിയിൽ ചെയ്യട്ടെ. ഇനിയിപ്പോ കാപ്പ കേസ് ചുമത്താൻ വേണ്ടി ഒരാൾ കാപ്പ കേസ് ചുമത്തണം എന്നാണെങ്കിൽ നിയമം നടപ്പിലാക്കണം. പക്ഷേ അതിനു മുൻപ് നടപ്പിലാക്കേണ്ട ഫോർമാലിറ്റീസ് ഉണ്ടല്ലോ, നിയമപരമായി പാലിക്കേണ്ട ചില ചട്ടങ്ങളുണ്ടല്ലോ. ഒരാളിനെ കാപ്പ കേസ് ചുമത്തി അറസ്റ്റ് ചെയ്ത് വെടിവെച്ച് അന്തരീക്ഷം ഉണ്ടാക്കി വാർത്ത കൊടുത്താലേ അടങ്ങുള്ളൂ എന്നുള്ള വാശിയോടുകൂടി ഒരു പോലീസ് സംവിധാനത്തിലെ ചില ഉദ്യോഗസ്ഥർക്കൊന്നും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അധികാരം അവരുടെ കയ്യിലാണ്. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിനു മുമ്പ് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ കാപ്പ കേസ് ചുമത്തുന്നതിന് മുമ്പ് ഇന്ന രേഖകൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അയാൾക്ക് അയാളുടെ ഭാഗം പറയാനുള്ള അവസരം കൊടുക്കും. അത് ഇന്ന ദിവസം ഇത്ര മണിക്ക് കൊടുത്തു, ഇന്നതാണ് രേഖ. കാപ്പ കേസ് ചുമത്തിയതിനു ശേഷം അയാളെ നിയമപരമായിട്ട് അറിയിക്കേണ്ടതായിട്ടുണ്ട്, കുടുംബത്തെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന കാര്യങ്ങളാണ് രേഖകൾ എന്നിതുവരെയും പറഞ്ഞില്ലല്ലോ. അത് പറയട്ടെ. ഇതൊക്കെ നിഗൂഢമായി വെക്കേണ്ട കാര്യങ്ങളൊന്നും അല്ലല്ലോ. എന്താ പൊതുസമൂഹത്തിന് അറിയാൻ പാടില്ലാത്തതാണോ കാപ്പ കേസ് ചുമത്തി എന്നുള്ളത്? പിന്നെ ഒരാളിനെ കാപ്പ കേസ് ചുമത്തി ജയിലിൽ അടച്ചു, നിയമപരമായിട്ട് കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടാൽ ശിക്ഷിച്ചോട്ടെ. ഇവിടെ ആർക്കും സംരക്ഷിക്കാൻ സാധിക്കില്ലല്ലോ. കോടതി ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാലും